ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് ബിജാപൂരിലേക്ക് ഇവിടുന്ന് 35 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്ന് കർണാടക കഴിയും. അപ്പം രാവിലെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാട്ടോ. ഇതാ ബിജാപൂരിലാണ്. അപ്പൊ ബിജാപൂരിൽ ഇവിടെ പുരാതനമായ ഒരു പള്ളി ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയാട്ടോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങൾ യാത്ര പുറപ്പെട്ടതിന്റെ ചെറിയ ടെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. ടെൻ്റ് അടിക്കുന്ന കാര്യത്തിലായാലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് മഹാരാഷ്ട്ര കിടക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. റേഞ്ച് കൂടുതൽ കിട്ടാത്തതിൻ്റെ ഒറ്റ ബുദ്ധിമുട്ടാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. എല്ലാവരും സഹകരിക്കാൻ ക്ഷമിക്കുക. അതന്നെ നമുക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇട്ടോടെ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ഷമിക്കുക. നമ്മൾ നെറ്റുള്ള സ്ഥലത്തൊക്കെ പരമാവധി എന്തെന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം. നമ്മൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചിട്ടോ, വലിയ വലിയ തൂണുകളും വലിപ്പമേറിയ മേൽക്കൂരയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മൾ പുറമേ നിന്ന് കാണുന്ന ആ മീനാരാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ എത്രത്തോളം വൃത്തിയായി കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. എന്നാലും നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ പരമാവധി നമ്മൾ ഗേറ്റിലേക്ക് കടന്നിട്ടോ. അതാ കവാടം ഇതാണ്. 6 നൂറ്റാണ്ട് മുമ്പൊക്കെ 16-ാം നൂറ്റാണ്ട് പഴക്കമുള്ളതല്ലേ. അപ്പം കല്ലിന്റെ നിർമ്മിതി തന്നെയാണ് കൂടുതൽ. ഇതൊക്കെ ജയിലാണോ യൂസുക്ക? ഇത് ജയിലാണോ? ഇതെന്താ സംഭവം എന്നുള്ളത് മേലൊക്കെ കല്ലാണ് കേട്ടോ. ഇതിന് മുകൾവശമൊക്കെ ഫുള്ള് കല്ലാണ്. ഇതാണ് പള്ളിയിലേക്ക് മെയിനായിട്ട് ഹാളിലേക്ക് കിടക്കുന്ന വഴി. വലിയൊരു നടുമുറ്റം ഇവിടെ ഉണ്ട്. പിന്നെ അത് പുറത്തേക്ക് പോകുന്ന വഴിയാന്ന് പറഞ്ഞത്. അത് പുറത്തേക്ക് പോകുന്ന വഴി. കുബ്ബ ഉണ്ടോ? വലിയ കുബ്ബയാണ്. ഇത് സംഗതി പെയിന്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതായത് കരിങ്കല്ലായത് കൊണ്ടായിരിക്കാം ഉൾഭാഗങ്ങളിലൊക്കെ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. പുറംഭാഗം ഒന്നും പെയിന്റ് ഇല്ല, റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല. പഴയ രൂപത്തിൽ തന്നെയാണുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. ചുറ്റുഭാഗം ഇങ്ങനെ കാണിച്ചു തരാം. നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ അല്ല പോരായികളുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം കേട്ടോ. ഞങ്ങളൊന്നും വലിയ വീഡിയോഗ്രാഫർമാരല്ല. അവിടെ മുറ്റത്തൊരു കുളമുണ്ട്. അടിപൊളി വർക്കാട്ടോ. ആ കാലത്തുള്ള വർക്കുകൾ. ഇവിടെ ഒരു മയ്യത്ത് കെട്ടിലുണ്ടല്ലോ. റഷീദ് വാതിലടയ്ക്കുന്നത് ചെയ്തിട്ടോ. ഇതൊരു സൗണ്ടാ. നല്ലൊരു ഹൈറ്റിലുണ്ട് കേട്ടോ. നല്ലൊരു കൂളിംഗ് ഉണ്ട്. അതെ, നല്ല തണുപ്പതിനുണ്ട്. കരിങ്കല്ല് കൊണ്ടായിരിക്കാം. മുകളിൽ സീലിംഗ് ഒക്കെ നോക്കി ഇഷ്ടിക്കാട്ടോ. ആണ് പള്ളീൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. നല്ല വെയിലാണ്. നൂറടി പൊക്കണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ പള്ളിയിലുള്ളവർ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഒന്നാമത്തെ ഏറ്റവും വലിയ പള്ളി ഉള്ളത് ഭോപ്പാലിലാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ പള്ളി ഡൽഹിയിലാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളേതായാലും ഇവിടുന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഭക്ഷണം കഴിക്കട്ടോ. വഴിയേരിന്ന് പുരേന്ന് നല്ല ടേബിളിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ റഷീദ് വീഡിയോ കോലതിന് മുമ്പിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഇതാണ് മക്കളെ ജീവിതം. എന്താ കറി? അതല്ലേ? അതെ 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 അതെ, തീർച്ചയായും. ഉഷാറല്ലേ? ഉഷാറാ. ഓക്കെ.
ഞങ്ങൾ ഇന്ന് ഈ പമ്പിലാട്ടോ സ്റ്റേ ചെയ്ത്. അപ്പോൾ ഈ പമ്പിന്റെ കുറെ മുതലാളിമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാട്ടോ. ये हमारा जगदम्बा पेट्रोलियम है, वो इधर सोलापुर डिस्ट्रिक्ट में बार्शी तालुका आता है, प्लेस सासुरे आता है, महाराष्ट्र में है। तो हम 2 साल से ये हमारा जगदम्बा पेट्रोलियम चल रहा है। और आप वो ऑटो लोकन वो जो इधर आए उधर सोने के लिए, उनको हमने वो पूरा बंदोबस्त करके दिया है। तो उनको ऑटो लोकन को शुभेच्छा, बेस्ट ऑफ लक। അടുത്ത ആളെ പേര് मेरा नाम रामचंद्र भीमराव और मुखिया सरपंच हूँ मैं सासुरे का। आप लोग केरला से यहाँ कन्याकुमारी, केरला से कश्मीर जा रहे हैं, अब यहाँ रुके हैं हमारे पेट्रोल पंप पे। तुम्हें जो भी जरूरत लगेगी वो सब हम तुम्हारी व्यवस्था करेंगे। हम सब आपकी तारीफ करेंगे कि इतना 3,500 किलोमीटर ये जो अंतर है बहुत बड़ा अंतर है। और आपका जो ट्रैवलिंग है वो सुखकर अच्छे रहे हो, इसे हम भगवान से प्रार्थना करते हैं। थैंक यू थैंक यू ये हमारे पोल्यूशन के ये जो ऑटोलोकम जो है, 3 लोग दोस्त मिलकर जो आ रहे हैं इधर केरला से कश्मीर जा रहे हैं, उनकी मेरी शुभेच्छा है कि हमारे पंप पे रुके हैं। इनको जो भी ज़रूरत लगेगी वो हम दे रहे हैं। और हमारे चंद्रभागा सीड्स बोल के कंपनी है यहाँ है, उसकी तरफ से भी आपको जो कुछ भी में ज़रूरत है उसको हम दे देंगे। फैक्ट्री उधर चंद्रभागा सीट बोल के पूरे आदमी क्या करते हैं, उधर ईट का कारखाना है, वो बनाते हैं। ऑटोलोकम की जो टीम है ये जो ट्रैवलिंग कर रही है, ये देखकर बहुत अच्छा लगा। और इससे इंडिया में हम एक दूसरे को समझ सकते हैं। आप इधर से जा रहे हैं तो हमारा कल्चर आप समझेंगे, तुम्हारे से बातें की तो तुम्हारा कल्चर हमें समझ में आएगा। और वी आर इंडियंस, ओके वी आर इंडियंस, ये एक बड़ा जो मजबूती है, हाँ ये एक मजबूती होगी। हाँ, और आपकी पूरी टीम को मेरी तरफ से पूरी शुभकामनाएं। गॉड ब्लेस। താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു थैंक यू